പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്ക്. ആസ് യൂഷ്വൽ നമ്മൾ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ബാങ്ക് റൺ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് ഈ ബാങ്ക് റൺ? ഇറ്റ് ഈസ് ദി സിറ്റുവേഷൻ ഇൻ വിച്ച് ബാങ്ക്സ് cannot repay back to their customers, അല്ലേ? അപ്പോ ഒരു ബാങ്കിന് അതിന്റെ കസ്റ്റമേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് ബാങ്ക് ഫോൾ ചെയ്യുക അല്ലെങ്കിൽ ഫെയിൽ ചെയ്യുന്ന സിറ്റുവേഷൻ. കറക്റ്റ് അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നാട്ടിലുണ്ട്. വിച്ച് ആക്ട് ആസ് എ റെഗുലേറ്റർ ഓഫ് ബാങ്കിങ് സെക്ടർ. ഒരിക്കലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ബാങ്ക് ഫെയിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്താൻ വേണ്ടി സമ്മതിക്കില്ല. ഒരു ബാങ്കിന് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രോത്ത് സ്ലോ ഡൗൺ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഡിപ്രഷൻ വരുന്നത്. ഇപ്പൊ ഡിപ്രഷൻ എത്തുമ്പോഴാണോ ഗവൺമെന്റും RBIയും ആക്ഷൻ എടുക്കാതെ സ്ലോ ഡൗൺ കാണുമ്പോഴാണോ? സ്ലോ ഡൗൺ. എന്താ കാരണം? വൺസ് ഇറ്റ് ഈസ് എ ഡിപ്രഷൻ ഇറ്റ് ഈസ് വെരി 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 ഡിഫിക്കൾട്ട് ടു റിക്കവർ. ശരിയല്ലേ? ഇപ്പൊ സ്ലോ ഡൗണിന്റെ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മൾ പതുക്കെ ഏത് പോളിസീസ് ആയിട്ട് ഇറങ്ങും? എക്സ്പാൻഷനറി, ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ആയിട്ട് ഇറങ്ങും. അതേ പരിപാടി തന്നെയാണ് ബേസിക്കലി PCA ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. PCA എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഫെയിൽ ആവാനുള്ള അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ആക്ടിവിറ്റീസിൽ എന്തേലും ഇഷ്യൂസ് കണ്ടു തുടങ്ങുന്ന സമയത്ത് അവിടേക്ക് ആര് വന്ന് ഇടപെടും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്ന് ഇടപെടും. എന്നിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത്? നിങ്ങൾ ചില സെക്ടേഴ്സിന്, റിസ്ക് ഉള്ള ചില സെക്ടേഴ്സിന് ലോൺ കൊടുക്കാൻ പാടില്ല. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നിങ്ങൾ എന്ത് ചെയ്യണം? വല്ല ഡെറ്റ് ഇൻസ്ട്രുമെന്റോ അല്ലെങ്കിൽ ബോണ്ട് എന്തെങ്കിലുമൊക്കെ ഇറക്കി കുറച്ച് ക്യാപിറ്റൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കി. പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, നിങ്ങളുടെ ഈ ബോർഡ്, ബാങ്കിന്റെ ബോർഡ് അല്ലെങ്കിൽ ഗവേണൻസ് മൊത്തത്തിൽ പ്രശ്നമുണ്ട്. ഒരു കാര്യം ചെയ്യും, ഈ കംപ്ലീറ്റ് ബോർഡിനെ മാറ്റി കൊള്ളാവുന്ന ആരെയിലൊക്കെ കൊണ്ടുവന്ന് വെക്കി. പോയിന്റ് നമ്പർ 3. ഇത്തരത്തില് പല റിഫോംസ് ആര് സജസ്റ്റ് ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സജസ്റ്റ് ചെയ്തു. എക്സാമ്പിൾ, റീസെന്റ് ഡേയ്സിൽ യെസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈവറ്റ് ബാങ്ക് ആണ്. ഈ പ്രൈവറ്റ് ബാങ്കിൽ ഇത്തരത്തിലൊരു ഇഷ്യൂ വന്നപ്പോ ഇറ്റ് വാസ് അണ്ടർ PCA ഫ്രെയിംവർക്ക്. ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരോട് കുറച്ചും കൂടി അസറ്റ് അല്ലെങ്കിൽ പൈസ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ഗവേണൻസ് ബോർഡ് ഓൾറെഡി അതിന്റെ ഓണർ അല്ലെങ്കിൽ MD-നെയൊക്കെ പിടിച്ചു മാറ്റി കഴിവുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ഗവൺമെന്റ് സെക്ടറിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന മാനേജേഴ്സിനെ അവിടെ അപ്പോയിന്റ് ചെയ്തു. അവരുടെ ലോൺ കൊടുക്കുന്നതിന്റെ എമൗണ്ട് കുറച്ചു. ഡെപ്പോസിറ്റുകൾ എടുക്കുന്നത് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്തു. ലോണിന്റെ എണ്ണം കുറച്ചു. ഓൾറെഡി ഉള്ള ലോൺസ് മാക്സിമം റിക്കവർ ചെയ്യാൻ നോക്കി. ഇങ്ങനെ പല പല മെഷേഴ്സ് എടുത്ത് ആ ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? PCA ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്താണ്? ഏതെല്ലാം പാരാമീറ്റർ നോക്കി അല്ലെങ്കിൽ എങ്ങനെയാണ് RBIക്ക് മനസ്സിലാവുക ഒരു ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് മോശമാണെന്ന്? ഇപ്പൊ ഒരു ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നല്ലതാണോ അല്ലെങ്കിൽ പ്രശ്നത്തിലാണോ എന്ന് RBI മെഷർ ചെയ്യാൻ വേണ്ടി ചില പാരാമീറ്റേഴ്സ് ഉപയോഗിക്കും. നിർബന്ധമായിട്ട് ഇതിന്റെ പേര് പഠിച്ചു വെക്കണം കേട്ടോ. നിർബന്ധമായിട്ട് ഇതിന്റെ പേര് പഠിക്കണം. ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് RBI ഉപയോഗിക്കുക ടു ഡിറ്റർമിൻ ഓർ അണ്ടർസ്റ്റാൻഡ് ദി ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ ബാങ്ക്? ഫസ്റ്റ് വൺ, ഓരോന്നും എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം കേട്ടോ. ക്യാപിറ്റൽ ആഡ്ക്വസി റേഷ്യോ, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരും. അസറ്റ് ക്വാളിറ്റി. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഡെറ്റ് ലെവൽ. 4 പാരാമീറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. ജസ്റ്റ് റിപ്പീറ്റ് ഇറ്റ്. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ആഡ്ക്വസി റേഷ്യോ. സെക്കൻഡ് വൺ, അസറ്റ് ക്വാളിറ്റി. തേർഡ് വൺ, പ്രോഫിറ്റബിലിറ്റി. ആൻഡ് ഫോർത്ത് വൺ, ഡെറ്റ് ലെവൽ. ഈ ക്യാപിറ്റൽ ആഡ്ക്വസി റേഷ്യോ ബേസൽ നോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള. ഇത് ഞാൻ ഇവിടെ പറയും, ഭാവിയിൽ ഒരു സ്ലൈഡിൽ വരുമ്പോൾ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് CRWR എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിയണം. ക്യാപിറ്റൽ ടു, എല്ലാം എളുപ്പമാണ് കേട്ടോ, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ്, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ് അസറ്റ്. നമ്മളിപ്പോ NPAയുടെ ചരിത്രമൊക്കെ പറഞ്ഞില്ലേ മക്കളെ? NPA, ഒരു അക്കൗണ്ട് NPA ആവുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? ബാങ്ക് കൊടുത്തിട്ടുള്ള ലോണ്
തിരിച്ചടയ്ക്കാനുള്ള സാധ്യത കുറയുന്നു. കറക്റ്റ് അല്ലേ? സാധ്യത കുറയുന്നു എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ ലോണിൽ നിന്ന് ബാങ്ക് എന്താണ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്? ലോസ് ആണ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ശരിയാണോ? പക്ഷെ ബാങ്കിന് എന്ത് ചെയ്തേ പറ്റൂ? നിങ്ങളെ പോലെയുള്ള കസ്റ്റമേഴ്സിന്റെ ഡെപ്പോസിറ്റ് തിരിച്ച് തന്നല്ലേ പറ്റുള്ളൂ. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ബേസൽ നോം എന്ന് പറയുന്ന ഒരു ആശയം കാണും. ആ ബേസൽ നോമിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കിനും കൂടി ഒരു ഡയറക്ഷൻ കൊടുത്തു. നിങ്ങളുടെ ബാങ്കിലെ ലോണുകൾ NPA ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. NPA ആവാന്ന് പറഞ്ഞ ബാങ്കുകളെ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആ കാശ് നഷ്ടപ്പെടാനുള്ള സാധ്യതയല്ലേ നിങ്ങൾ കാണുന്നത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു അക്കൗണ്ടിൽ ഒരു ലോണ് NPA ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ നിങ്ങൾ മാറ്റിവെക്കണം. എവിടെ നിന്ന്? നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങൾ മാറ്റിവെക്കണം. എന്തിനായിരിക്കും? ഇൻ കേസ് ആ ലോണ് NPA ആയി തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പൈസ വേണ്ടേ? നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പൈസ വേണ്ടേ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു NPA, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, നോക്കിയേ. 100 രൂപയുടെ ഒരു ലോണ് NPA ആയെന്ന് വിചാരിക്കുക. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരോട് പറയാണ് 100 രൂപ NPA ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ അസറ്റിൽ നിന്ന് ഒരു 10 രൂപ മാറ്റിവെക്കി. എന്തിനാ? ഇൻ കേസ് നിങ്ങളുടെ ഏതെങ്കിലും ഡെപ്പോസിറ്റർ വന്ന് പൈസ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കണ്ടേ? ഒരു 10 രൂപ നിങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കുക. വീണ്ടും ഒരു ലോണും കൂടി, ഇത് വീണ്ടും ഒരു 100 റുപ്പീസും കൂടി NPA. ഇപ്പൊ വീണ്ടും എന്ത് പറഞ്ഞു? ഇതിനും നിങ്ങൾ എന്ത് മാറ്റിവെക്കണം? ഒരു 10 രൂപ മാറ്റിവെക്കണം. ഈ മാറ്റിവെക്കുന്ന ഈ പൈസേനെയാണ് എന്തെന്ന് പേര് പറയാ? ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ് അസറ്റ് എന്ന് പറയാം. എന്താണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ബാങ്കിന്റെ ലോണ് NPA അല്ലെങ്കിൽ ലോസ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിനോട് RBI എന്തെന്ന് ഡയറക്റ്റ് ചെയ്യും. ഇൻ കേസ് അത് നഷ്ടപ്പെടുകയാണെങ്കിൽ, തിരിച്ചു കിട്ടുകയാണെങ്കിൽ സന്തോഷം, പ്രശ്നമില്ല. ഇൻ കേസ് അത് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റേഴ്സിനോടൊക്കെ എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ ഒരു പൈസ വേണം. അപ്പൊ കയ്യിലുള്ള എല്ലാ അസറ്റും നിങ്ങൾ എന്ത് ചെയ്യരുത്? ലോണ് കൊടുക്കരുത്. നിങ്ങൾ ഓൾറെഡി കൊടുത്ത ലോണ് NPA ആവുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ നിങ്ങൾ മാറ്റിവെക്കണം ടു സെക്യൂർ യുവർ ഡെപ്പോസിറ്റേഴ്സ്. RBI എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നത് ബാങ്കിനെ നന്നാക്കാനാണോ? അല്ല, നിങ്ങൾ ഡെപ്പോസിറ്റേഴ്സിനെ സെക്യൂർ ആക്കി വെക്കുന്നതിനുള്ള RBIയുടെ ഡയറക്ഷൻ ആണ്, വിച്ച് ഈസ് കോൾഡ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ് അസറ്റ്. ഇതുവരെ ഓക്കെ ആണോ? ഇനി അടുത്തത് നമ്മുടെ ടൈമിലേക്ക് വരാം. ക്യാപിറ്റൽ ആഡ്വക്കസി റേഷ്യോ. ഇതിന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ് അസറ്റിന്റെ വാല്യൂ ഒരു ബാങ്കിന് ഹൈ ആണെന്ന് വിചാരിക്കും. ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ് അസറ്റിന്റെ വാല്യൂ ഒരു ബാങ്കിന് ഹൈ ആണെന്ന് വിചാരിക്കുക. ഈസ് ഇറ്റ് റെപ്രസെന്റ് ഗുഡ് ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ ബാങ്ക് ഓർ എ പുവർ ഫൈനാൻഷ്യൽ ഹെൽത്ത്? ആലോചിച്ച് ഉത്തരം പറയും. CRWA ഹൈ ആണെങ്കിൽ അത് എന്തിനാണ്? ഇതാണ് നമ്മുടെ പ്രിലിമിനറിക്ക് ചോദിക്കുക. അൾട്ടിമേറ്റ്ലി ഈ ഒരു കൺസെപ്റ്റ് വേണ്ട. CRWA ഹൈ എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് സ്ട്രോങ്ങർ ആണോ വീക്കർ ആണോ? വീക്കർ ആയിരിക്കും. കാരണം എന്താ? ഈ പൈസ കൂടി 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 വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കൂടുതൽ കൂടുതൽ ആ ബാങ്കിന്റെ ലോണ് NPA ആയി മാറുന്നു എന്നല്ല അർത്ഥം. ഓക്കെ അല്ലേ? ഈ ഐഡിയ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോയിലേക്ക് വരാം. ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. ക്യാപിറ്റൽ, ബാങ്കിന്റെ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ CRWA. ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്ഡ് അസറ്റ്. എന്താണ് അതിന്റെ മീനിങ് എന്നൊന്ന് ഇന്റർപ്രറ്റ് ചെയ്ത്. ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ റെപ്രസെന്റ് ബാങ്കിന് നഷ്ടം വരുന്നുണ്ടെങ്കിൽ ആ നഷ്ടം കവർ ചെയ്യാനുള്ള ക്യാപിറ്റൽ ബാങ്കിന്റെ കയ്യിൽ ഉണ്ടോ എന്നതാണ് ഏത് ടൈം റെപ്രസെന്റ് ചെയ്യുന്നത്? CAR റെപ്രസെന്റ് ചെയ്ത്. ആലോചിച്ച് ഉത്തരം പറയും. CAR ഹൈ ആണെങ്കിൽ ഈസ് ഇറ്റ് റെപ്രസെന്റ് സ്ട്രോങ് ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ ബാങ്ക് ഓർ എ പുവർ ഫൈനാൻഷ്യൽ ഹെൽത്ത്? ഇക്വേഷൻ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ എന്നോട്. സ്ട്രോങ് എന്തായിരിക്കും? കാരണം ഇതിന്റെ വാല്യൂ ഹൈ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? 2 സാധ്യതകളാണ് ഈ വാല്യൂ ഹൈ ആവണമെങ്കിൽ. എന്താ? എയ്തർ ക്യാപിറ്റൽ വുഡ് ബി ഹയർ ഓർ CRWA will be lower. ഇതല്ലേ ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ. ഒന്നല്ലെങ്കിൽ ബാങ്കിന്റെ ക്യാപിറ്റൽ ഹൈ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഓരോരോ പോയിന്റ് ഇന്റർപ്രറ്റ് ചെയ്യും. ക്യാപിറ്റൽ ഹൈ എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കിന്റെ കയ്യില് പൈസ ഉണ്ട്, നിങ്ങൾ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് റിട്ടേൺ തരാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ CRWA ലോ എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? ബാങ്കിന്റെ NPAയുടെ എമൗണ്ട് കുറവാണ്. NPAയുടെ എമൗണ്ട് കുറവാണെങ്കിൽ കൊടുത്ത ലോണൊക്കെ കൃത്യമായിട്ട് തിരിച്ചു വരുന്ന ബാങ്കാണ്. അപ്പോഴും അവർക്ക് എന്തിനുള്ള കോൺഫിഡൻസ് ഉണ്ട്? ദേ ക്യാൻ ഈസിലി റീപേ ബാക്ക് യുവർ
ഡെപ്പോസിറ്റ്സ് അല്ലെ. ഈ രണ്ട് കണ്ടീഷനിൽ ഏത് വന്നാലും വിച്ച് ഈസ് റെപ്രസെന്റ് ദി ഗുഡ് ഫൈനാൻഷ്യൽ ഹെൽത്ത്. ഇനി എങ്ങനെയാണ് RBI ഒരു ബാങ്ക് PCL ആണോ എന്ന് നോക്കാം. ഒരു ബാങ്കിന്റെ CAR കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ? ഐഡിയ കിട്ടിയ ഒരു ബാങ്കിന്റെ CAR കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറോട് കമ്പയർ ചെയ്യുമ്പോൾ 8% ആയിരുന്നു. ഈ ഫൈനാൻഷ്യൽ ഇയറിൽ ബാങ്കിന്റെ CAR 7 കുറഞ്ഞു. അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ 6.5 കുറഞ്ഞു. അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ 6 കുറഞ്ഞു. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? എന്താ? ആ ബാങ്കിന്റെ എയ്തർ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാങ്കിന്റെ NPA ഇൻക്രീസ് ചെയ്യുന്നു. ഇത് രണ്ടും ബാങ്കിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്തിന്റെ പ്രശ്നം. സോ ഇറ്റ്സ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ആന്റിസിപ്പേഷൻ ഓഫ് ബാങ്ക് ഫെയിലിയർ. ഓക്കെ ആണോ? ഒരു സിംഗിൾ ഇൻഡിക്കേറ്റർ വെച്ച് ഈ ഐഡിയ പറഞ്ഞത് ഓക്കെ അല്ലേ? വി ആർ ആന്റിസിപ്പേറ്റിംഗ് ഓർ RBI ഈസ് ആന്റിസിപ്പേറ്റിംഗ് ദി ഫെയിലിയർ ഓഫ് ബാങ്ക്. RBI വന്ന് ഇടപെടും. ശരിയല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാ? പുതിയ ലോൺ കൊടുക്കാതിരിക്കുക. ശരിയാണോ? RBI എന്ത് പറയും? നിങ്ങൾ ഇനി പുതിയ ലോണൊന്നും ഇനി കൊടുക്കാൻ നിൽക്കണ്ട, കിട്ടുന്ന ലോണിന് കിട്ടുന്ന പൈസ കയ്യിൽ വെക്കി. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബാങ്ക് ഒരു കാര്യം ചെയ്യും, കുറച്ച് ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ബോണ്ട് ഇറക്കും. ബോണ്ട് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അതിന് തിരിച്ചെന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും അല്ലെ. അപ്പൊ ഈ ക്യാപിറ്റൽ കൂടുമ്പോ തന്നെ CAR ഇംപ്രൂവ് ചെയ്തില്ലേ? ഇനി അടുത്തത് പറയും, നോക്കിയേ, കുറെ NPA അവിടെ കിടക്കുന്നില്ലേ? പറ്റാവുന്നിടത്തോളം നിങ്ങളൊന്ന് റിക്കവർ ചെയ്യാൻ നോക്കുക അതിൽ നിന്ന്. അപ്പോഴും എന്ത് കുറയും? CRWA കുറയും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഒരു ഐഡിയ കിട്ടിയ PCA ഫ്രെയിം ഇത്ര മതി, ഓവറായിട്ട് പഠിക്കണ്ട. അസറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ കൊടുക്കുന്ന പൈസ തിരിച്ച് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ബാങ്കിന്റെ അസറ്റ് എന്താ? ലോണ്. ഓക്കെ ആണോ? അപ്പൊ അസറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലോണിന് പ്രോപ്പർ റീപേയ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇനി അടുത്തത് പ്രോഫിറ്റബിലിറ്റി. പല ബാങ്കുകളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കൂടുതൽ ലോൺ വിറ്റഴിഞ്ഞു പോകാൻ വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കൊടുക്കും. ഇപ്പൊ എന്തേലും റിസ്ക് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ബാങ്കിന്റെ പ്രോഫിറ്റിനെ ബാധിക്കില്ലേ? ഇപ്പൊ പ്രോപ്പർ ആയിട്ട് പ്രോഫിറ്റ് ഉള്ള ഒരു ബാങ്ക്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ടൈം. ഡെറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് എത്രത്തോളം കടമുണ്ട്, നിങ്ങൾക്ക് തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ബാങ്കിന്റെ കടം. ബാങ്ക് കൊടുക്കുന്നതാണ് എന്ത്? ലോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഡെപ്പോസിറ്റ് ഹയറും ബാങ്കിന്റെ ലോണ് കുറഞ്ഞും വരാന്ന് പറഞ്ഞാൽ ഓവർ ദി ടൈം ഡെറ്റ് ഓഫ് ദി ബാങ്ക് വിൽ അക്യുമുലേറ്റ്. ഇതൊക്കെ ജനറൽ ടൈം ആണ് കേട്ടോ. കൂടുതൽ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ടൈം ഈ CAR ആണ്. ഫർദർ സ്ലൈഡിൽ കാണും, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. PCA ഫ്രെയിംവർക്ക് ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. വൈ വി വെന്റ് ഫോർ DRT? അതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ ഈ ഭാഗങ്ങളിൽ ഇനി ഫർദർ സ്ലൈഡുകളിലായിട്ട് നമ്മൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. DRT എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. സർഫേസി എന്ന് പറയുന്ന ഒരു ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കും. സർഫേസി ആക്ടിന്റെ കീഴിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ARC, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ പഠിക്കും. Then we will move to IBC Act 2060, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന ഒരു ആശയം. എന്താ പഠിക്കാൻ പോകുന്നതെന്ന് ഒരു ഓവർവ്യൂ തരുന്നതാണ് കേട്ടോ. ഈ IBC ആക്ട് പ്രകാരം ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്തു. ഇൻസോൾവൻസി പ്രൊഫഷണൽ IP എന്ന് പറയുന്ന ഒരു ആശയം. ഇതിന്റെ കീഴിൽ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു ആശയം. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകും. ഇപ്പൊ ഏറ്റവും ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? നമ്മളിപ്പോ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഏത് സ്റ്റേജിലാ? NPA അല്ലെ. കൊടുത്ത ലോണ് നേരത്തിന് റീപേ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ബാങ്ക്, പല ബാങ്കുകളും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ? അയാൾ NPAയിൽ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഒരു ലോസ് മേക്കിംഗ് സെക്ഷനിലാണ് നിൽക്കുന്നത്. ബാങ്ക് നഷ്ടത്തിലാണെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം ഫോർ എവരി വൺ, അല്ലെങ്കിൽ ഫോർ ദി എൻറ്റയർ എക്കണോമി. ഇപ്പൊ എന്ത് ചെയ്യാണ് ബാങ്ക്? അവർക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ കയ്യിലുള്ള കൊളാറ്ററൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? എങ്ങനെയും മോണറ്റൈസ് ചെയ്യേണ്ടി വരും. മോണറ്റൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രോപ്പറായിട്ട് എന്ത് വേണം? കോർട്ട് ഓർഡർ വേണം. അപ്പൊ പണ്ട് കാലത്താണെങ്കിൽ ബാങ്ക്സ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ബാങ്ക് ഏറ്റവും ആദ്യം ഒരു ലോവർ ലെവൽ കോർട്ടിൽ പോവും. അപ്പൊ ആര് പോവും? ബാങ്കും പോവും, കടമെടുത്ത നിങ്ങളും പോവും. അവിടെ നിന്ന് ഒരു വിധി വരും. മോസ്റ്റ്ലി ബാങ്കിന് ഫേവർ ആയിട്ട് വന്നു അല്ലെങ്കിൽ ബാങ്കിന് എതിരായിട്ട് വന്നു, അവർ അടുത്ത എന്ത് പോവും? അപ്പീൽ പോവും. ഹൈക്കോർട്ട്, സുപ്രീം കോടതി, അങ്ങനെ പോയി സുപ്രീം കോടതിയിൽ എത്തുമ്പോഴാണ് ഒരു ഫൈനൽ വേർഡിക്റ്റ് വരാം.
ഒരുപാട് ടൈം എടുക്കും. ഈ പറഞ്ഞ പ്രോസസ്സിൽ നിന്ന് തന്നെ അറിയാം, ഇന്ത്യയിൽ മൊത്തത്തില് മോർ ദാൻ 4 crore കേസസ് ആർ പെൻഡിങ്. പല ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ട്, അതിനെ നമ്മൾ പറയും സിവിൽ കേസസ് എന്ന് പറയും. പല സിവിൽ കേസസും 10 to 15 years, 10 തൊട്ട് 15 വർഷമായിട്ട് പല കോടതികളിൽ പെൻഡിങ് കിടക്കും. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം. ലോട്ട്സ് ഓഫ് ടൈം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ബാങ്കിന് അത് റിക്കവർ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കോസസ് ദി ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ബാങ്ക്. പോയിന്റ് നമ്പർ 1. സെക്കൻഡ് ഒന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഇപ്പൊ സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും അതേപോലെ ലോവർ കോർട്ടിൽ ഇരിക്കുന്ന ജഡ്ജസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് വെരി മച്ച് എക്സ്പീരിയൻസ്ഡ് ഇൻ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. ദേ ആർ ഗുഡ് അറ്റ് ലോ. ഓക്കെ, ദേ ആർ ഗുഡ് അറ്റ് ലോ. IPC, CRPC, ഗവൺമെന്റ് ഇറക്കിയ നിയമങ്ങൾ, ഇതിലൊക്കെ ഹൈലി നോളജ് ഉള്ള ആളുകളായിരിക്കും. ബട്ട് ദേ മേ നോട്ട് ബി ആഡ്വക്കേറ്റ് നോളജ് ഇൻ കേസ് ഓഫ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. ഇപ്പൊ ഗവൺമെന്റ് ഒരു ആശയം കൊണ്ടുവരാണ്, നിങ്ങൾ എന്ത് ചെയ്യും ബാങ്ക്, നേരിട്ട് നമ്മുടെ ഈ ട്രഡീഷണൽ കോർട്ടുകളിലേക്ക് പോകണ്ട, ഈ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ കുറച്ചും കൂടി നോളജ് ഉള്ള അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ചെയ്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് എന്ത്? DRT, ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ DRT എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നിങ്ങൾ പൊക്കോളൂ. DRTയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? എക്കണോമിക്സ്, ബാങ്കിങ്, ഫൈനാൻസ്, ഇതേപോലെയുള്ള കാര്യങ്ങളിൽ പരിചയമുള്ള എക്സ്പേർട്ടുകളായിരിക്കും. ഇപ്പൊ ഈ എക്സ്പേർട്ടുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ എന്ത് NPA വന്നു എന്ന് പറയുമ്പോൾ ഉടനടി നമ്മൾ ഒരിക്കലും എന്തിലേക്ക് പോകരുത്. ഇൻഡിവിജ്വൽസിന്റെ കേസിലൊക്കെ ഒരു കമ്പനിയുടെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഒരു കമ്പനി NPA വന്നു എന്ന് പറഞ്ഞാൽ ഉടനടി നമ്മൾ അതിനെ ലിക്വിഡേറ്റ് ചെയ്തതിന് എന്താ പ്രശ്നം? ഈ കമ്പനി എന്ന് പറയുമ്പോൾ ഈ കമ്പനിയിൽ ഒരുപാട് എംപ്ലോയീസ് ഇല്ല മക്കളെ? XYZ എന്ന് പറഞ്ഞ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഇത്രയും ആളുകളുടെ ജോലി പോവല്ലേ ചെയ്യാ? മേ ബി ഈ കമ്പനി NPA വരുത്തിയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ദാറ്റ് കമ്പനി ക്യാൻ ബി റിവൈവ്ഡ്. ഇപ്പൊ ട്രഡീഷണൽ കോർട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ യൂഷ്വലി എന്താ ഉണ്ടാവുക? ജസ്റ്റ് ഗോ ഫോർ ദി ലിക്വിഡേഷൻ, അതായിരിക്കും ഓർഡർ വരിക. ഇപ്പൊ DRTയിൽ ചെന്ന് കഴിഞ്ഞാൽ DRT പലപ്പോഴും എന്ത് പറയും? ബാങ്കും ഈ പർട്ടിക്കുലർ കമ്പനിയും തമ്മിൽ ചിലപ്പോൾ ഒരു എഗ്രിമെന്റ്, ഒരു കാര്യം ചെയ്യും, ഈ കമ്പനി വലിയ പ്രശ്നക്കാരനൊന്നും അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവർക്ക് തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു ലോൺ കൊടുക്കാം, അത് വെച്ചിട്ട് ഇവരെ ഫംഗ്ഷൻ റിവൈവ് ചെയ്യാൻ നോക്കട്ടെ. അപ്പൊ അവരൊന്ന് റിവൈവ് ആയി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തോളും? പൈസ തിരിച്ചടച്ചോളും. അല്ലെങ്കിൽ ഈ കമ്പനി അത്ര ശരിയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ ഗവേണൻസ് ബോഡി ചേഞ്ച് ചെയ്യാം. ഈ കമ്പനി ഫെയിൽ ആവാനുള്ള പ്രധാന കാരണം എന്താ? അവിടുത്തെ മാനേജേഴ്സ് അല്ലെങ്കിൽ MD അല്ലെങ്കിൽ CEO ആണ്. പുള്ളിനെ മാറ്റി നമുക്ക് വേറെ ഒരാളെ വെച്ച് നോക്കിയാലോ? ചിലപ്പോ കമ്പനിയുടെ വർക്കിംഗ് ഇംപ്രൂവ് ആയാലോ? ഓക്കെ ആണോ പറയുന്നത്? ഇപ്പൊ ഇംപ്രൂവ് ആവാണെങ്കിൽ എന്താ ഗുണം? ബാങ്കിന് അവര് ഫുൾ എമൗണ്ട് കിട്ടില്ലേ? ഇംപ്രൂവ് ആയിട്ട് തിരിച്ചടച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് ബാങ്കിന്റെ ലോസ് ആണ് ആക്ച്വലി കുറയുന്നത്. മറിച്ച് ആ കമ്പനിയുടെ എന്തെങ്കിലും അസറ്റ് ആവും പ്ലഡ് ചെയ്ത് അത് വിറ്റ കാര്യമായിട്ടൊന്നും റിക്കവറി കിട്ടും. റിക്കവറി ഞാൻ പറയാം, ലോൺ പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണോ അതിന്റെ 20 to 30% ആണ് മോസ്റ്റ്ലി റിക്കവറി ഉണ്ടാവുള്ളൂ. മറിച്ച് ആ കമ്പനി റിവൈവ് ചെയ്താൽ എന്താ അഡ്വാൻറ്റേജ്? കൃത്യമായിട്ട് ലോണും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും പേയ്മെന്റ് ഉണ്ടാവും. ബാങ്കിന് നല്ലതല്ലേ? കമ്പനിക്ക് നല്ലതല്ലേ? ഇത്തരത്തിലൊരു നെഗോഷിയേഷൻ കൊണ്ട് 1 ലക്ഷം ഇല്ലെങ്കിൽ മാത്രമാണ് DRT എന്ത് ചെയ്യാൻ പറയുള്ളൂ? ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുള്ളൂ. ഇപ്പൊ എന്തേലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അവരെ എന്ത് വേണം? ഇരിക്കുന്ന ആളുകൾ കുറച്ചും കൂടി സബ്ജക്ട് എക്സ്പേർട്ട് ആവണം. അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെക്കാനിസം ആണ് DRT. DRT എന്ന് പറയുന്നത് അപ്പൊ ആർക്കൊക്കെ ആയിരിക്കും? നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽസിന്, അതേപോലെ ഷെയർ കമ്പനീസിന്. ഒരു സാധാരണ കമ്പനിയും ഷെയർ കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഷെയർ കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 4 കൂട്ടുകാര്, നിങ്ങൾ 4 കൂട്ടുകാർ 10,000 ഇട്ടു. ആ 40,000 രൂപ ക്യാപിറ്റൽ ആക്കി വെച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പോ എന്തെങ്കിലും ഒരു ഐഡിയോ തുടങ്ങുകയാണെങ്കിൽ അതിന് ഷെയർ കമ്പനി എന്ന് പറയും. കമ്പനി എന്ന് പറയുന്ന ആശയം നമുക്കൊരു ആക്ട് ഉണ്ട്, കമ്പനീസ് ആക്ട് 2030. കമ്പനീസ് ആക്ട് 2030 പ്രകാരം ഫോം ചെയ്യുന്നതിന് മാത്രമാണ് നമുക്ക് ലീഗലി കമ്പനി എന്ന് വിളിക്കാൻ വേണ്ടി പാടുള്ളൂ. ബാക്കിയുള്ളതിനെ നമ്മൾ ആക്ച്വലി ഷെയർ കമ്പനി എന്നുള്ള വാക്കുമല്ല ഉപയോഗിക്കുക, നമ്മൾ അതിനെ ഉപയോഗിക്കുക പാർട്ട്ണർഷിപ്പ് ഫിംസ് എന്ന വാക്ക് ഉപയോഗിക്കും. ഏറ്റവും ആദ്യ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമാവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പാർട്ട്ണർഷിപ്പ് ഫിംസ് എന്ന വാക്ക് ഉപയോഗിക്കും. ഫിം എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളെ പോലെയുള്ള ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സും പാർട്ട്ണർഷിപ്പ് ഫിം ആണെങ്കിൽ നമ്മൾ NPA ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അപ്രോച്ച് ചെയ്യുന്നത് ആരെയായിരിക്കും? ഡെറ്റ് റിക്കവറി
ട്രിബ്യൂണൽസിനെ ആയിരിക്കും. അപ്പൊ നമ്മളല്ലാതെ വേറെ കുറെ ആളുകളുണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ കമ്പനീസ് ആക്ട് 2013 പ്രകാരം അദാനിയുടെ കമ്പനി അല്ലെങ്കിൽ അംബാനിയുടെ കമ്പനി, ഇത്തരത്തിൽ വലിയ വലിയ കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിൽ വരാറുണ്ട് എക്കണോമിയിൽ. എന്താ? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ബാങ്ക് അപ്രോച്ച് ചെയ്യുന്നത് NCLT-നെ ആയിരിക്കും. ഡിഫറൻസ് മനസ്സിലായ? DRTയും NCLTയും ചെയ്യുന്നത് സെയിം കാര്യം തന്നെയാണ്. എന്താ സെയിം കാര്യം? NPA വരുന്ന ബാങ്ക് ലോൺസിനെ കമ്പനിയും അല്ലെങ്കിൽ ഇൻഡിവിജ്വലുകളും അതേപോലെ തന്നെ ബാങ്കും തമ്മിൽ ഒരു നെഗോഷിയേഷൻ നടത്തി ഒരു സെറ്റിൽഡ് സൊല്യൂഷനിലേക്ക് കൊണ്ടുവരലാണ് DRTയും NCLTയും ചെയ്യുന്നത്. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു ഇൻഡിവിജ്വലോ പാർട്ട്ണർഷിപ്പ് ഫിമോ ആണെങ്കിലാണ് അവർക്ക് എന്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ? DRTനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കമ്പനികളാണെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്തിനാണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ ആയിരിക്കും. ബേസിക് ഡിഫറൻസ് ഓക്കെ അല്ലേ? രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യമാണ്. ബേസിക് ഡിഫറൻസ് ആരെ അപ്രോച്ച് ചെയ്യണം, ഇത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ അല്ലേ?